ഞങ്ങൾ ആ യഥാർത്ഥ വഴിയിലാണ്. വിടൂല ഞങ്ങൾ പേരോടിനെ. മശായിഖിന്റെ വഴിക്കെതിരെ ചെറുവിരലനക്കിയാൽ ഞങ്ങൾ അസ്ഹാബുൽ വക്തുകളായ മശായിഖന്മാർക്കെതിരിൽ, ഹയാത്തിലുള്ളവരോ വഫാത്തായവരോ ആയ മഹാന്മാർക്കെതിരിൽ ഒരു അനക്കം പേരോടല്ല. ആര് അനങ്ങിയാലും ഞങ്ങൾ അതിനെ റദ്ദ് ചെയ്ത് മറുപടി പറഞ്ഞ് ഇരുത്തേണ്ടിടത്ത് ഇരുത്തുക തന്നെ ചെയ്യും. അതിനെതിരെ ഈ കക്കാടിന്റെ പുതിയ സിദ്ധാന്തവുമായിട്ടൊന്നും ആരും വരണ്ട. സുൽത്താനുൽ ഉലമ എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ. അന്നെന്താ പറഞ്ഞെന്നറിയോ? അബൂബക്കർ മുസ്ലിയാര്, എബി അബൂബക്കർ മുസ്ലിയാർ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? കാന്തപുരം മുസ്ലിയാരെ എന്നാ വിളിച്ച്. എന്താ മുപ്പർക്കുള്ള പ്രശ്നം? പേരോട് ഈ തോന്നിവാസമൊക്കെ പറയുന്നു, എന്നിട്ട് നിങ്ങൾ പറയുന്നു എന്ത്? പേരോട് പ്രസംഗിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടാണ്. ഇതെങ്ങനെ പറ്റും അബൂബക്കർ മുസ്ലിയാരെ? ഈ ചോദ്യമല്ലേ കക്കാടെ ഞങ്ങൾ ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? മകൻ തോന്നിവാസം ചെയ്യുന്നു, സകല ഗുണ്ടായിസത്തിനും മകൻ ബിസിനസ്സുമാൻ നേതൃത്വം നൽകുന്നു. യഹിയൽ ബുഖാരി തങ്ങളെ തടയുന്നതിന്റെ പിന്നിൽ, ഭക്ഷണം പോലും കഴിക്കാൻ അനുവദിക്കാത്തതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സാക്ഷാൽ ഈ ബിസിനസ്മാനാണ്. ഞങ്ങൾക്കറിയാമത്. അതിന്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ചാനൽ പൂട്ടിച്ചതിന്റെ പിന്നിൽ, സ്റ്റേജ് കയ്യേറിയതിന്റെ പിന്നിൽ, സ്ഥലം മുടക്കിയതിന്റെ പിന്നിൽ ഇതിലൊക്കെ പ്രവർത്തിച്ചത് ഈ പേരോടും ബിസിനസ്സുമാനുമാണ്. കൊട്ടേഷൻ സംഘത്തെ വരെ ഏൽപ്പിച്ചു. കഥയറിയുമോ നിങ്ങൾക്ക്? നിങ്ങള് കഥയറിയാതെ ആട്ടം കൂട്ടരുത്. വിഷയങ്ങൾ മനസ്സിലാക്കണം. ഇതിനെല്ലാം വാപ്പയുടെ സമ്മതവും. ഇതാ ഞങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ ഖണ്ഡിച്ചിട്ടുണ്ട്. പേരോട് പറഞ്ഞ പൊട്ടത്തരത്തിന് സമ്മതം കൊടുക്കുന്ന അബൂബക്കർ മുസ്ലിയാരെ നിങ്ങളന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇന്നെങ്ങനെയാണ് നിങ്ങൾക്ക് സുൽത്താനുൽ ഉലമായത്? തെറ്റിന് മൗനം കൊടുക്കുന്ന ആള് സുൽത്താനാ? ഫക്കീർ പോലും ആവില്ല, എന്നിട്ടല്ലേ സുൽത്താൻ? അന്നത്തെ ഖണ്ഡനമെന്ന് കേട്ടു നോക്കൂ. അല്ല, സൂഫി സംബന്ധമായ എല്ലാ ലോകത്തും നമുക്ക് പറയാനുള്ളത്. അതൊന്ന് കേട്ടോളൂ, അതിന്റെ ഇടയ്ക്ക് കേൾക്കണം. അതായത് ഞാൻ അതിനെ പല ഭാഗങ്ങളാക്കിയാണ് കോട്ടയിലെ പ്രസംഗത്തെ. അതൊന്ന് കേട്ടിട്ട് നമുക്ക് കാന്തപുരം മുസ്ലിയാരിലേക്ക് പോകാം. വെച്ചോട്ടെ, വെച്ചെന്നെ വെക്ക്. അല്ല, സൂഫി സംബന്ധമായ എല്ലാ ലോകത്തും നമുക്ക് പറയാനുള്ളത്. അതല്ലാതെ നമുക്ക് ഒരിക്കലും ഇവിടെ കർമ്മരീതികളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, നിയമവ്യവസ്ഥിതിയുടെ രീതിയിൽ നടക്കുന്നവരുടെ വഴി ഒരിക്കലും സ്വീകരിച്ചുകൂടാ. അത് പ്രവൃത്തിയിലോ പ്രസംഗത്തിലോ ഒന്നും പറ്റൂല. ഇതാണ് സൂഫികളുടെ സന്ദേശം. ഇത് ഉൾക്കൊള്ളാൻ നമ്മുടെ പ്രസംഗത്തിന് കഴിയണം, നമ്മുടെ സൂഫി പരിപാടികൾക്കൊക്കെ കഴിയണം. ഏത് ഉൾക്കൊള്ളാൻ? നിങ്ങളത് ഉൾക്കൊണ്ടിട്ടാണോ പണ്ടത്തെ പ്രസംഗം നടത്തിയിരുന്നത്? സൂഫി പരിപാടികളിൽ ഈ മറുപടി ഒന്നില്ലാത്ത ക്ഷമ ഉൾക്കൊള്ളണം. അന്നത്തെ മുമ്പരെ ക്ഷമ എന്ന് കണ്ടോളൂ. അബൂബക്കർ മുസ്ലിയാരോട് പറയുന്നൊരു വാക്കുണ്ട്, കേട്ടോളൂ. ഷെയ്ഖിനെ കുറിച്ച്, മുസ്ലിമീങ്ങളെ കുറിച്ച്, മോമിനീങ്ങളെ കുറിച്ച് തത്വദീക്ഷയില്ലാതെ സംസാരിച്ച പേരോട്, ആ പേരോടിന്റെ പ്രസംഗം ഞങ്ങൾ പറഞ്ഞിറക്കിയതാണ് എന്ന് പറഞ്ഞ കാന്തപുരം മുസ്ലിയാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഒറ്റ ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ കാണാത്തൊരു മനുഷ്യനെ പറ്റിയാണ്, ഒരിക്കൽ പോലും നേരിൽ സംസാരിക്കാത്തൊരു മനുഷ്യനെ പറ്റിയാണ്, ഒരു മുസ്ലിമിനെ പറ്റിയാണ് നിങ്ങൾ ഈ വിധത്തിൽ വേണ്ടാത്തരങ്ങൾ പ്രസംഗിക്കുന്നത്. ഒറ്റ മറുപടിയെ പറയുന്നുള്ളൂ. നമുക്കൊക്കെ ഉള്ള അള്ളാഹു ഒരുവനാണ്. ആ കോടതിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ എത്തണം. ആരോടാ? സുൽത്താനുൽ ഉലമയോടുള്ള അന്നത്തെ വെല്ലുവിളിയാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതിന് മൗനസമ്മതം നൽകുന്നതിനെതിരെയാണ് വെല്ലുവിളി. അബൂബക്കർ മുസ്ലിയാരെ, നിങ്ങൾ കാണാത്ത കേൾക്കാത്ത ഒരാളെ സംബന്ധിച്ചാണ് പറയുന്നത്. മരണം വരാനുണ്ട് കേട്ടോ. പേരോട് പറയുന്ന ഈ പൊട്ടത്തരത്തിന് കൂട്ടുനിൽക്കണ്ട. ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ അങ്ങനെ ഒരു സാധനമാണ്. പേരോട് അന്ന് മുഖ്താറിനെതിരെയും പിന്നെ കക്കാടിനെതിരെയും വാദപ്രയോഗം നടത്തുന്ന പ്രസംഗിക്കുന്ന കാലത്ത് എന്നെ രഹസ്യമായിട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിങ്ങളേതായാലും ഇടപെടാൻ പോണ്ട, അവരൊക്കെ സത്യത്തിന്റെ ആളുകൾ തന്നെ ആവും. ആര്? ഷെയ്ഖ് മുഖ്താർ ആളുകളൊക്കെ എന്നോട് പറഞ്ഞു വാക്കാം. അതുകൊണ്ട് നിങ്ങളതിൽ ഇടപെടേണ്ട. പേരോട് ഏതായാലും ആശാനുള്ള ആളാണ്, അയാൾ പോയിക്കോട്ടെ എന്നായിരിക്കും എൻ്റെ മായന. അന്ന് അയാളെ തുറന്നുവിട്ടല്ലോ. പരസ്യമായിട്ട് പറയുന്നത് ഞാനും കൂടി അറിഞ്ഞിട്ടാ പ്രസംഗം. അപ്പൊ പിന്നെ ചോദിക്കാണെന്ത്? അബൂബക്കർ മുസ്ലിയാരെ മരിക്കണ്ടേ? എന്തിനാ കക്കാടെ ചോദിച്ചത്? അയാൾ സുൽത്താനുൽ ഉലമയല്ലേ? സുൽത്താനുൽ ഉലമനോട് അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? എന്താ ഇപ്പൊ നിങ്ങളെ വിചാരം? കഴിഞ്ഞിട്ടില്ല. അബൂബക്കർ മുസ്ലിയാരോട് അടുത്ത വെല്ലുവിളി. ഇത് ഞാൻ അബൂബക്കർ മുസ്ലിയാരോടുള്ള വെല്ലുവിളി മാത്രം ക്ലിപ്പിട്ടാൽ
4 മണിക്കൂർ പ്രസംഗിക്കേണ്ടി വരും. ഞങ്ങളിതിനെ അരിച്ചു പെറുക്കിയിട്ടുണ്ട്. ഇത് 1-ാം ഖണ്ഡനമാണ്. ആരിറങ്ങിയാലും 2-ാം ഖണ്ഡനം പ്രതീക്ഷിക്കാം. ആരെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ചീവീടുകളല്ല, ഉത്തരവാദിത്തപ്പെട്ടവർ. പറയട്ടെ അടുത്ത്. അവര് പറഞ്ഞു തരൂലേ? കാന്തപുരം മുസ്ലിയാർ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെയുള്ള പല പണ്ഡിതന്മാരും ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി ഞങ്ങൾക്ക് അറിഞ്ഞതൊക്കെ തെറ്റാണ്. എനിക്ക് പറയാൻ വിഷമുണ്ട്. സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരൊറ്റ പണ്ഡിതന്റെ പേര് അദ്ദേഹത്തിന്റെ രേഖാമൂലം കാന്തപുരം തെളിയിക്കട്ടെ. വഹാബിയോട് പറഞ്ഞിട്ടുണ്ടാവും, ഭീകരവാദികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ തസവൂഫിന്റെ ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ടാവും. ഷെയ്ഖ് മുഖ്താറിനെതിരെ ഒരു അക്ഷരം പറയാൻ സുന്നത്ത് ജമാഅത്തിന്റെ തസവൂഫ് അംഗീകരിക്കുന്ന ഹക്കായ ആലിമീങ്ങൾ ഒരൊറ്റ കുറ്റം പറയില്ല. വഹാബികൾ എന്നും പറയൂ, സിഎം വലിയുള്ളാഹിയെ പറ്റി പറഞ്ഞിട്ടില്ലേ? ആരെ പറ്റി പറയാത്തത്? അത് വെച്ചിട്ടാണ് അവിടെ പറയേണ്ടത് എന്ന് എന്റെ ഷെയ്ഖായ അയാൾ പറയാണ്. ഷെയ്ഖ് മുഖ്താറിനെതിരിൽ പറഞ്ഞപ്പോ പറഞ്ഞത് കാന്തപുരം മുസ്ലിയാർ തെളിയിക്കണം. കള്ളത്തരമാണ് എന്റെ ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞത്. അവനാന്റെ ഷെയ്ഖിനെ കുറിച്ച് കള്ളത്തരം പറഞ്ഞ ആളെങ്ങനെയാണോ സുൽത്താനുൽ ഉലമാവല്? മനസ്സിലായില്ല. ഞങ്ങൾ സുൽത്താനുൽ ഉലമ എന്ന് വിളിച്ച കാലം ഉണ്ടായിരുന്നു. ആ കാലം ഏതാ? പൊന്മളയെ പോലെയുള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ പേരോടിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നില്ല, ഞാൻ നിങ്ങളെ കൂടെയാണെന്ന് ഞങ്ങളെ മശായിഖന്മാരെ മുന്നിൽ വന്ന് പറയുന്ന കാലം. അക്കാലത്താ ഞങ്ങൾ വിളിക്കണ്. അയാൾ ഗീറ് മാറ്റിയപ്പോ ഞങ്ങൾ മാറ്റി. നിങ്ങളെ ഷെയ്ഖിനെ കുറിച്ച് പണ്ടേ കള്ളത്തരം പറഞ്ഞു എന്നാ പറയണ്. അയാൾ സുൽത്താനുൽ ഉലമയായാൽ സ്വന്തം ഷെയ്ഖ് പിന്നെ ആരാകും? നല്ല സമാധാനവും ക്ഷമയുമാണ് അന്ന്. എന്നിട്ട് പറയാ നേരിടുക തന്നെ ചെയ്യും ഞങ്ങൾ. ചില വെല്ലുവിളിയൊക്കെ കേട്ടാ തൊയ്യിറുസ്താന്റെ വെല്ലുവിളി ഒന്നും എടുക്കത്തൂല. അയ്യാതി വെല്ലുവിളിയാ. സമാധാനാണേ സൂഫിസത്തിലും ഉണ്ടാൻ പാടില്ല. എല്ലാം ഇങ്ങനെ അനങ്ങാപ്പാറയായി കേട്ടിരിക്കണം. അതിനൊന്നും യഥാർത്ഥ സൂഫികളുടെ അഹിലുകാരായ ഞങ്ങളെ കിട്ടൂല എന്ന് വിചാരിച്ച് നടക്കണ്ട. അതല്ലേ ഇതടക്കം ഒന്ന് കീറി മുറിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നിയത്. നേരിടുന്ന് പറയുന്ന ഭാഗം വെച്ചോടുക്ക്. പക്ഷെ അതൊന്നും മാന്യതയ്ക്ക് നിരക്കാത്തത് കൊണ്ടാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയുന്നു, ഇനിയും ഇത്തരം ഫോട്ടോ പ്രദർശനമൊക്കെ നടത്തിയിട്ട് ത്വരീഖത്തിനെയും അതിന്റെ അഹ്ലുകാരെയും കരിവാരി തേക്കാൻ ഒരുമ്പെട്ടാൽ, ഇത്തരം ശ്രമങ്ങളും അന്യായമായ പ്രസംഗങ്ങളും ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ ചിലതൊക്കെ ഈ പേരോട് ഇനി കാണേണ്ടി വരും എന്ന് മാത്രം ഞാൻ പറയുന്നു. അങ്ങനെ തന്നെ ചിലതൊക്കെ കാണേണ്ടി വരുന്നാണെന്ന് പറഞ്ഞു. പക്ഷെ പേരോട് ഇപ്പോഴും പഴയ രൂപത്തില് എല്ലാ മശായിഖന്മാരും തെറി പറഞ്ഞ് നടക്കണ. അയാൾ മാറിയിട്ടില്ല. നേരിടുന്ന് പറഞ്ഞ പേരോടിനെ നേരിടുന്ന് പറഞ്ഞ കക്കാടോ, അയാൾ നോളേജ് സിറ്റി പോയി എന്തോ കുടിച്ചുപോയി. എല്ലാം കഴിഞ്ഞ് എന്നിട്ട് പറയണ നമ്മൾക്കെതിരെ നടക്കൂല. ഒരു കാര്യം കൂടി അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നു. അതെന്താ? ഓരോ കാലത്തും മശായിഖന്മാരുണ്ട്. ആ കാലത്ത് എന്തു പറയണം, എന്തിന് പ്രാമുഖ്യം നൽകണം, ഇത് അവര് പറഞ്ഞു തരും. അവര് പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോ പിന്നെ ഉപദേശിക്കാൻ വരാൻ പാടില്ല. സാക്ഷാൽ കക്കാടിനോട് സ്വകാര്യമായി സംസാരിച്ചപ്പോ നമ്മുടെ നേരിട്ടുള്ള സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഇത് മശായിഖിന്റെ നിർദ്ദേശത്തിൽ ചെയ്യുന്നതാണ് എങ്കിൽ എനിക്ക് ആക്ഷേപമില്ലാന്ന് താങ്കളല്ലേ പറഞ്ഞ്. പിന്നെ നിങ്ങളത് പറയാൻ പാടുണ്ടോ? പേരോടിനോട് അന്ന് നിങ്ങൾ കാലഘട്ടത്തിലെ മശായിഖുമാരെ പറഞ്ഞു കൊടുക്കുന്ന രീതിയുണ്ട്, അതൊന്ന് വെച്ചുകൊടുക്ക്. മനസ്സിലാക്കിക്കൊണ്ട് തർബിയത്തിന്റെ രീതികൾ ഉണ്ടാകും. കാരണം ഔലിയാക്കൾ മുർസലീങ്ങളുടെ ഖദമിൽ നിൽക്കുന്നവരാണ്. അല്ലാഹു തആല ലം യക്തഫി ബിറസൂലിൻ വാഹിദിൻ ലിജമീഇ ബനി ആദമ. ആദം സന്തതികൾക്ക് എല്ലാ കാലഘട്ടത്തിലേക്കും എല്ലാ ജനങ്ങൾക്കും ഒരു റസൂലിനെ കൊണ്ട് മാത്രം അല്ലാഹു തആല അവസാനിപ്പിച്ചില്ല. എന്തുകൊണ്ട്? ഓരോ കാലത്തും മാറി വരുന്ന ജനതതികൾക്ക് മാറി വരുന്ന ലോകക്രമവും ജീവിതക്രമവും പഠിപ്പിക്കാൻ മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്ലാഹു തആല റസൂലുമാരെ കാലാകാലങ്ങളിൽ മാറി മാറി നിയോഗിച്ചിട്ടുണ്ട്. ഇഖ്തിലാഫിൽ മസാലിഹി വൽ അവാഇദി, മസ്ലഹത്തുകളും ശീലങ്ങളും മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ജനങ്ങൾക്ക് തർബിയത്ത് കൊടുക്കാൻ അല്ലാഹു തആല പ്രവാചകന്മാരെ കാലാന്തരങ്ങളിൽ ഓരോരുത്തരെ മാറി മാറി പറഞ്ഞയച്ചിട്ടുണ്ട്. അതാണ്, ഓരോ കാലങ്ങളിലും മാറി മാറി പറഞ്ഞയച്ചിട്ടുണ്ട്.
ഈ കാലത്തെ മശായിഖിന്റെ നിർദ്ദേശത്തിലാണ് ഈ കാലത്ത് ദീന് പറയേണ്ടത്. ഈ കാലത്ത് പ്രാമുഖ്യം നൽകേണ്ട വിഷയം അവര് പറഞ്ഞു തരും. ആ വിഷയം അതിന്റെ ആളുകൾ പറയുമ്പോ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള അടിസ്ഥാന ജ്ഞാനെങ്കിലും പറയണം. ഇതൊക്കെ നടത്തിച്ചെന്ന് എന്തിനാ ഇപ്പൊ കോട്ടയിൽ കക്കാട് വന്ന് ഇതൊക്കെ ഒന്ന് പറയാൻ തന്നെ? ഒന്നിനും ഓരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. മടവൂര് കോട്ടയിൽ ആർക്കും വരാം. ഞാൻ പറഞ്ഞില്ലേ, തങ്ങൾ ആ പരിപാടി അറിയിക്കും, നമ്മളല്ല അറിയിക്കുന്നത്. യഹിയൽ ബുഖാരി തങ്ങളുടേതാണ് കോട്ട. അവിടെ ഇന്ന ദിവസം പരിപാടി ഉണ്ടെന്ന് മൂപ്പരെ അറിയിച്ച് വരുന്നവർക്ക് അവിടെ വരാം. അങ്ങനെ വന്നതാ കക്കാട്. ഞങ്ങളും അതുപോലെ ക്ഷണിക്കപ്പെട്ടു പോയതാണ്. നമുക്ക് ഒന്നിച്ച് വേദിയിലിരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം ഞങ്ങൾ അയാളെ കുറിച്ച് എന്തോ ഫത്ത് കൊടുത്ത ആളല്ല, അയാൾ ഞങ്ങളെ കുറിച്ചും ഫത്ത് കൊടുത്ത ആളല്ല. ഇനിയും ഇരിക്കും, ഇനിയും അയാളെപ്പോ ഒരു വേദിയിലിരിക്കണം, ഞങ്ങളിരിക്കും. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? പറഞ്ഞാലോ തിരിച്ചു മറുപടി അതേ സെക്കൻഡിൽ കൊടുക്കും ചെയ്യും. പിന്നെ വിശദീകരിക്കേണ്ട എന്നാ പിന്നെയും വിശദീകരിക്കും. അതന്നല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മള്. അപ്പൊ എന്താ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞേ? ഓരോ മശായിഖന്മാർ കാലഘട്ടത്തിൽ വരും, അവരെ നിർദ്ദേശത്തിൽ ദീന് പറയേണ്ടത്. അങ്ങനെയാ ഞങ്ങൾ പറയുന്നെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണ്ടേ കക്കാടെ? പിന്നെ അതും നിങ്ങളെ ഈ ബിസിനസ്മാന്റെ ഉപദേശമൊക്കെ പോയിട്ട് മടവൂർ കോട്ട പോലെയുള്ള സ്ഥലത്ത് പറയാൻ പാടുണ്ടോ? നിങ്ങൾക്കാ പേച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. മനസ്സിലായോ? അപ്പോ എന്തിനാണ് ഞങ്ങൾ ഇവിടെ ഇടപെട്ടത് എന്ന് കൂടി മനസ്സിലാക്കണ്ടേ? മശായിഖിന്റെ വഴിയെ തന്നെയല്ലേ ആക്ഷേപിച്ചത് ഇവിടെ. ഈ നിർദ്ദേശം താങ്കൾക്ക് തന്ന ബിസിനസ്മാനില്ലേ, അയാൾ പറഞ്ഞത് ഏകാംഗ മശായിഖിന്റെ കാലം കഴിഞ്ഞു എന്നാ. എന്താ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ അന്ന് പേരോടിന് ഖണ്ഡനം നടത്തിയതിനേക്കാൾ ഗൗരവമേറിയ വിഷയ നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന ആള് പറഞ്ഞിട്ടുള്ളത്. കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് ഏതായാലും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഒന്നിട്ടൊടുക്ക് ബിസിനസ്മാൻ പറയുന്നത്. നാം ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് 1000 മറുപടി പറയാൻ കഴിയും. അതിജൂതനല്ല, ആര് പറഞ്ഞാലും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും. പക്ഷേ സൂഫികളുടെ പരിശുദ്ധി കാലാകാലത്ത് ചരിത്രത്തിന്റെ മുമ്പിൽ സ്ഥാപിച്ച സയ്യിദ് ഇബ്രാഹിം തങ്ങള്, അങ്ങനെയുള്ള ഔലിയാക്കളന്മാരെ വഴി ഒന്നും പറയാതിരിക്കലാന്ന് പറഞ്ഞില്ലേ? എന്നാ ഇവിടെയുള്ള സന്ദർഭം താങ്കൾ അന്ന് ഗണ്ണിച്ചതിനേക്കാൾ വലിയ വലിയ പ്രശ്നത്തിലാണ്. നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ ഇവിടെ? നേരിടുന്ന അന്ന് പറഞ്ഞു പോയാ മതിയോ? ഇനി വെക്ക് ബിസിനസ്മാൻ വരട്ടെ കൂടെ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇൽമ പഠനമാണ് ഏറ്റവും വലിയ അമല്, ഇൽമ പ്രചരണമാണ്, പിന്നെ സോഷ്യൽ വർക്കാണ്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ ഉലമാന്റെ കീഴിലായിരിക്കണം കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പുറത്താണ് ഒരാളെങ്കിൽ അവര് ത്വരീഖത്തിൽ നിന്ന് പുറത്താണ്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം, അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാകണം. ആ ലീഡർഷിപ്പ് ഏകാംഗ മശായിഖന്മാരുടെ ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഖിലാഫത്ത് ഇല്ല, പിന്നെ ഷൂറയാ. അപ്പൊ ഷൂറയിലൂടെ, ഷൂറ മൊത്തമാണ് നമ്മുടെ ശൈഖുണ്ടോ? കക്കാട് ഫൈസി മറുപടി പറയണം. പറയില്ലാറുണ്ട് കാര്യമില്ല, കാരണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇയാളെന്താ പറഞ്ഞേ? ബിസിനസ്മാൻ ഏകാംഗ മശായിഖിന്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഷെയ്ഖ് മുഖ്താറിന്റെ അടക്കമുള്ള കാലം കഴിഞ്ഞു എന്നായി പറയുന്നത്. ദസൂക്കി ഇമാമ് പറഞ്ഞില്ലേ എന്റെ ത്വരീഖത്ത് ലോകത്ത് മുഴുവൻ എത്തുന്നു. അത് നിങ്ങളല്ലേ ഉദ്ധരിച്ച്? ആ കാലം കഴിഞ്ഞു എന്നാ മറ്റേ ആള് പറയുന്നത്. ഞങ്ങളെ ഷൂറയാണ് ആ സ്ഥാനത്ത്. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? പേരോണ്ട് അന്ന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് 100 വട്ടം പറയണം ഈ ഹക്കീമ ശരിക്ക്. മാത്രല്ല നിങ്ങൾ ബുക്ക് എഴുതിയല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ള പേരിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാരെയും നേതാവ്, തസവുഫിന്റെ നേതാവ്, മശായിഖിന്റെ നേതാവ്, അമ്പിയാക്കളെ നേതാവ്, ആ നേതാവിനെ കുറിച്ച് സാക്ഷാൽ പേരോടില്ലേ. അയാൾ പറഞ്ഞെന്താണെന്നറിയോ? കുഴഞ്ഞ വാപ്പയെ പോലെയാണ്, അവശനായ വാപ്പ, ഒന്നിനും കഴിയാത്ത. നിങ്ങൾക്കൊരു ബാധ്യതയല്ലേ മറുപടി പറയാൻ? ബുക്ക് എഴുതിയാ മതിയോ? മറുപടി പറഞ്ഞാൽ ഞങ്ങളെ ആക്ഷേപിക്കുകയാണോ വേണ്ടത്? പേരോടിന് ഒരു മറുപടിയും കൂടി വെക്കല്ലേ വേണ്ടത്? സ്ഥലമില്ലാത്തതാണെങ്കിൽ ഞങ്ങൾ സ്ഥലം ഒരുക്കി തരാം. മൈക്കില്ല എങ്കിൽ ഞങ്ങൾ തരാം. എന്ത് സൗകര്യമാ തരേണ്ടത് ഞങ്ങൾ തരാം. വേദിയിൽ ഞങ്ങളും വരാം. നമുക്കൊന്നിച്ച് ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് നിയലുണ്ടെന്ന് പറഞ്ഞ പേരോടിനെ നമുക്ക് ചോദ്യം ചെയ്യാം പ്രാമാണികമായി.
കക്കാടുണ്ടോ? അല്ലെങ്കിൽ ആ വാദം തങ്ങൾക്കുണ്ടോ? അള്ളാന്റെ റസൂല് നേലുണ്ടായിരുന്നു എന്ന് കക്കാടിന് വാദമുണ്ടോ? പറയണം നിങ്ങൾ. AP വിഭാഗം എന്ന് പറഞ്ഞാൽ ഇന്ന് നിരീശ്വരവാദികളെക്കാൾ അപ്പുറത്തുള്ള സംഭവ. വഹാബിയൊക്കെ അവിടെ നിൽക്കും. അന്ന് ഞങ്ങൾ പറഞ്ഞു വഹാബിനെ ഓവർടേക്ക് ചെയ്തു പേരോട്. ഇന്ന് ഓവർടേക്ക് ചെയ്ത് ചാടി ചാടി വഹാബിയൊക്കെ എവിടെയുള്ളത്? പേരോട് അതിനേക്കാൾ വഹാബിസത്തിൽ മുൻപിലാ. ആ ക്ലിപ്പും കൂടി താങ്കളൊന്ന് കേട്ടു നോക്കൂ. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരെടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം. അവിടെ പച്ചയായിട്ടല്ലേ പറഞ്ഞത് അയാള്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്റെ ആവശ്യം വീട്ടിത്തരണമെന്ന് പറഞ്ഞാൽ നേരിട്ട് ഇടപെടാൻ കഴിയില്ല, നേരിട്ട് വീട്ടിത്തരാൻ കഴിയില്ല, ഇടപെടാനേ കഴിയൂ. ഏതുപോലെ അവശനായ വാപ്പയോട് മകൻ പറഞ്ഞു എനിക്ക് വീടുണ്ടാക്കി തരണം. ഇതുപോലെ നടക്കൂ. ആരെക്കുറിച്ചായി പറഞ്ഞത്? നിങ്ങളെ ബുക്ക് നിങ്ങൾ തന്നെ ഒന്ന് വായിക്കുക. കക്കാട് അതിൽ പറഞ്ഞിട്ടില്ലേ എല്ലാം കൊടുക്കപ്പെട്ട ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ആദർശത്തെ വിമർശിച്ചിട്ട് ഞങ്ങൾ മറുപടി പറയുമ്പോ മദീനത്തുൽ കിറാമിൽ ഞങ്ങൾക്കൊരു വേദി വെച്ച് തരല്ലേ താങ്കൾ ചെയ്യേണ്ടത്? അതല്ലേ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നിങ്ങളായിട്ടൊന്ന് പറയണം. നിങ്ങൾ എത്ര പ്രസംഗം നടത്തുന്നുണ്ട്? ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഒരു ശൈഖിന്റെ ആളാണെങ്കിൽ പറയണ്ടേ പേരോടിനെതിരെ? അതല്ലേ സൂഫിസം? അതല്ലേ തസവുഫ്? ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് എടുത്തു നോക്ക്. ഏതെങ്കിലും ഒന്ന് വ്യക്തിപരണ്ടോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ തിരികേശം കരിയുമെന്ന് പറഞ്ഞപ്പോഴല്ലേ ഞങ്ങൾ ഇടപെട്ടത്? ഈച്ച ഇരിക്കും ആ പുണ്യമേനിയിൽ എന്ന് പറഞ്ഞപ്പോഴല്ലേ ഞങ്ങൾ ഇടപെട്ടത്? സൂറ മാത്രമാണ് ഏകാംഗ മശായിഖിന്റെ കാലം കഴിഞ്ഞു ഇത് പറഞ്ഞപ്പോഴല്ലേ ഞങ്ങൾ എടുത്തു ചാടിയത്? ഇസ്തിഗാഥ ഇല്ല, തവസ്സുൽ മാത്രമേ ഉള്ളൂ എന്ന് പരസ്യമായി പറഞ്ഞപ്പോഴല്ലേ ബദരീങ്ങൾക്ക് കഴിവില്ല, മഖാമിന്റെ മുന്നിൽ പോയി ഈ മഖാമിലുള്ള മഹാന് ഒരു കഴിവുമില്ല എന്ന് പ്രസംഗിച്ചപ്പോഴല്ലേ ഞങ്ങൾ എതിരിൽ പറഞ്ഞത്? ഇതൊക്കെ വ്യക്തിപരമാണോ വിഷയം? ഔലിയാക്കന്മാരെ മുഴുവനും ആക്ഷേപിച്ചില്ലേ? കുത്തുബുൽ ആലം എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ചിറ്റടി മീത്തൽ വീടിനെ വരെ ആക്ഷേപിച്ചില്ലേ? എന്തെല്ലാം പറഞ്ഞുകൂട്ടി ഒരു ചെറിയ കാലത്തിന്റെ ഇടയിൽ. ഇതിലല്ലാതെ അയാളെ വ്യക്തിപരമായ ഒരു കാര്യത്തിൽ, അതും പ്രാമാണികമല്ലാതെ, തോക്ക സക്കാഫിക്ക പറഞ്ഞ പോലെ തെറി നമ്മളെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പ്രാമാണികമായ വിഷയം പറയും, ഒരു തെറിയും പറയില്ല. ശക്തമായി പറയുമ്പോ ചിലർക്ക് തോന്നുന്നത് ഇതിനെന്തോ പറയാണ്, അയ്യ അന്നായാ മതി അപ്പൊ തീരുവ. അപ്പൊ ദസൂഖി ത്വരീഖത്ത് അതുപോലെ തന്നെയുള്ള മശായിഖിന്റെ ത്വരീഖത്തിൽ അവരൊക്കെ പറഞ്ഞ് ശരീഅത്തിനെതിരിൽ വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, ശക്തമായി പറയണം എന്നാണ്. അതാണ് ഖുർആനിന്റെ വഴി, അതാണ് ഹദീസിന്റെ വഴി, അതാണ് ഇമാമിങ്ങളെ വഴി. പിന്നെ കക്കാടിന് എവിടെയാ പിഴച്ചത്? അത് ഈ ഫോട്ടോ പറഞ്ഞു തരും അതിന്റെ ഉത്തരം. ആ ഫോട്ടോ എന്ന് വെച്ചു കൊടുക്ക്. അതാണ്, അത് കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ. നോളേജ് സിറ്റിയിൽ ബിസിനസ്മാൻ എന്ന ഇന്നത്തെ ഏറ്റവും വലിയ പിഴച്ചുപോയ മുബത്തദിയാണ്. അയാളെ കൂടെ ഇരുന്ന് സംഭാഷണം നടത്തിയപ്പോ അയാളുടെ ചില അസുഖങ്ങൾ അങ്ങോട്ട് പകർന്നു പോയതാ. ബിസിനസ്മാനോട് പിന്നെ നിങ്ങൾ ചോദിച്ചോലെ, എപ്പിക്കാര് ചോദിച്ചോട്ടെ, എങ്ങനെ നിങ്ങൾ കൂടെ ഇരിക്കല്? നിങ്ങളല്ലേ അവൾക്ക് പൊന്മണ്ട ബുക്ക് എടുക്ക്. ആ ഫോട്ടോ പോകരുത് കേട്ടോ, അവിടെ നിൽക്കട്ടെ. നിങ്ങളെന്താ സിറാജിൽ പരസ്യം കൊടുത്തത്? വിട്ടു നിൽക്കണം, കക്കാടിന്റെ കൂടെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ കൊടുത്തതല്ലേ? എങ്ങനെയാണ് ഇന്റർനാഷണൽ ദാഴി അല്ലെങ്കിൽ ബിസിനസ്മാൻ കക്കാടിന്റെ കൂടെ ഇരുന്ന്? അയാൾ പേച്ചു പോയ ആളാണ്, നിങ്ങൾ ഫത്വ കൊടുത്തിട്ടില്ലേ? ഇനി പറയാൻ വല്ലതും ബാക്കിയുണ്ടോ? കക്കാടെ, താങ്കൾ എന്തിനാ അയാളെ കൂടെ ഇരുന്നു കൊണ്ട് അയാളെ ഉപദേശം സ്വീകരിച്ച്? രണ്ടും കണക്കായിപ്പോ, രണ്ടും സമായിപ്പോയി. ഏപ്പിക്കാര് വലിയ കാര്യത്തിൽ ബുക്കിലും പേരോടൊക്കെ 4-5 മണിക്കൂർ ഒരു ദിവസം തന്നെ പ്രസംഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവമാക്കി.
കഴിഞ്ഞ തവണ കക്കാട് പറയുന്നുണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്നെ രഹസ്യമായിട്ട് എന്നെ വിളിച്ചു. ആഹാ, അപ്പൊ നിങ്ങൾ പുറത്തുള്ള ആളുകളൊക്കെ പറ്റിച്ചിട്ട് ഉള്ളിലൂടെ ഒരു അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ആ അന്തർധാരയാണ് കോട്ടയിൽ വന്ന് ഛർദിക്കാൻ നോക്കിയത്. പിടിച്ചു ഞങ്ങൾ അപ്പൊ തന്നെ. ഹക്കീം പറഞ്ഞെടുത്ത മാറ്റർ പറയാൻ വന്നതാ. തെളിവ് ഞങ്ങളെ കയ്യിലുണ്ട്. തെളിവ് കൂടുതൽ ആവശ്യമൊന്നുമില്ല. എന്താണോ കക്കാട് കോട്ടയിൽ വെച്ച് പറഞ്ഞത് അത് തന്നെയാണ് പേരോട് പിറ്റേന്ന് വൈലത്തൂരിൽ വെച്ച് പറഞ്ഞത്. അതന്നെ. അപ്പൊ നിങ്ങൾ എവിടെയാണ് യോഗത്തിന് ഇരുന്നത്? മർക്കസിലേക്ക് അങ്ങോട്ട് പോയതാണോ? മദീനത്തുൽ കിറാം എന്തോന്നില്ലേ അതിലേക്ക് ഇങ്ങോട്ട് വന്നതാണോ? ഇതെങ്ങനെ നിങ്ങൾക്ക് പറ്റി? നിങ്ങൾ ദീനിന് എന്ത് വിലയോടോ കൽപ്പിക്കണ്? രണ്ടാളോടോ ചോദ്യം? ഓരോ നിങ്ങൾ ഉണ്ടാക്കി തന്നെ അപ്പോഴേ ഞങ്ങൾക്ക് ഇതൊക്കെ പറയാൻ കഴിയുള്ളൂ. ഇനി കുറച്ചുകൂടി പറയാണ്ട് അടുത്ത വിവാദം ഉണ്ടാക്കി നിങ്ങൾ. അതാ എ.പി. അബൂബക്കർ മുസ്ലിയാർ എന്നെ വിളിച്ചു എന്നാണ് കക്കാട് പറയുന്നത്. വെച്ചുകൊടുക്കാൻ കൂടി. ഒരു 3-4 മാസം മുൻപ് ബഹുനിരായ എ.പി. ഉസ്താദ് സ്വന്തം ഫോണിൽ നിന്ന് ഈ വിനീതനെ വിളിച്ചു. ദീർഘമായി ഞങ്ങൾ സംസാരിച്ചു. ഈ വിനീതൻ നടത്തിയ ഒരു പ്രസംഗത്തെ, അതിന്റെ ആശയത്തെ അഭിനന്ദിക്കാനും അതിന്റെ പേരിൽ ആശംസ അറിയിക്കുവാനുമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നെ വിളിച്ചത്. ഞാൻ അദ്ദേഹത്തിന്റെ ആ വിശാലതയുടെ മുമ്പിലും വിനയത്തിന്റെ മുൻപിലും വല്ലാതെ സന്തോഷിച്ചു. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, എന്നാലും മനസ്സകത്തുള്ള ഒരു സ്നേഹ ബഹുമാനത്തിന്റെ പ്രകാശനമായിരുന്നു അത്. എ.പി. ഉസ്താദ് എന്നോട് ചോദിച്ചു, കക്കാടിന്റെ ആ പ്രസംഗം, അതിൽ നിങ്ങൾ ഉദ്ധരിച്ച 1-2 ബെയ്ത്തുകളുണ്ട്, കവിതകള്, അത് വല്ലാത്ത മനോഹരാണ്. അത് കക്കാട് അതെവിടെ ഉള്ളതാണ്, ഏത് കിതാബിലുള്ളതാണ് എന്നൊക്കെ ചോദിച്ചു. ഞാൻ ടെലിഫോണിലൂടെ അദ്ദേഹത്തിനത് ചൊല്ലിക്കേൾപ്പിച്ചപ്പോഴും ഈ ബൈത്ത് എനിക്കെങ്ങനെയാണ് ലഭിക്കുക, കക്കാട് അതൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വാട്സപ്പ് നമ്പർ പറഞ്ഞു. ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? ഇതാണ് ഒരു പണ്ഡിതൻ കാണിക്കുന്ന വിനയവും വിശാലതയും. ഇതേ വിനയം വിശാലതല്ല, ആൾക്കാരെ പറ്റിക്കലാ നടന്നത്. ചാതി എന്താ സിറാജിലെ വാർത്ത? ദസൂക്കിയ ബുർഹാമിയ എന്ന പേരിൽ അറിയപ്പെടുന്നതും കക്കാട് മുഹമ്മദ് പൈസ സംഘടിപ്പിച്ച് കൊണ്ടിരിക്കുന്നതുമായ ത്വരീഖത്തുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കോ കീഴ്ഘടകങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല. മുസ്ലിം ബഹുജനങ്ങൾ അതുമായി വിട്ടു നിൽക്കേണ്ടതാകുന്നു. ഇതിലേപ്പില്ലേ? ഇത് ജനങ്ങളോട് ഫത്വ കൊടുത്തിട്ട് അതിനെതിരെ പേജുകൾ എഴുതിയിട്ട് രാത്രി ഉറങ്ങിയിട്ട് ഇത് പറയാ സല്ലപിക്ക. എന്താ നിങ്ങൾ വിചാരിച്ച്? നാട്ടുകാരെ കൈകാര്യം ചെയ്യട്ടെ വിഷയം. അതെങ്ങനെ നിങ്ങൾക്ക് പറ്റി? എന്നിട്ട് കക്കാട് പറഞ്ഞു കൊടുക്കണല്ലേ എ.പി. എല്ലാവർക്ക് ബൈത്ത്. ഇപ്പൊ കക്കാട് ഉസ്താദായോ? എന്നിട്ട് മൂപ്പര് പറയാ ഞങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്താ അഭിപ്രായ വ്യത്യാസം? മൂപ്പര ഷെയ്ഖ് ശരിയല്ല എന്നാണ് ഇയാളെ വാദം. അത് ചെറിയ അഭിപ്രായ വ്യത്യാസം. നിങ്ങളാരെ ത്വരീഖത്ത് കൂട്ടിയ കൈമാരെ ചെറിയ ചില അഭിപ്രായ വ്യത്യാസം. വളരെ സിമ്പിൾ അല്ലേ? കക്കാട് നരകത്തിലാണെന്ന അഭിപ്രായം, ചെറിയ ചില അഭിപ്രായ വ്യത്യാസം. ദൊലാലത്ത് വിദേഹത്തിലാണെന്ന അഭിപ്രായം, ചെറിയ ചില അഭിപ്രായ വ്യത്യാസം. എങ്ങനെയുണ്ട്? എന്നിട്ട് പോലെ ഇങ്ങോട്ട് വിളിക്കുക, കുഴപ്പമില്ല. ഇയാൾ അങ്ങോട്ടും ഷെയ്ഖൊക്കെ അടക്കട്ടെ, വലിയ ആളല്ലേ വിളിച്ച്. അയ്യാതി തട്ടിപ്പൊക്കെ നമ്മളിന്ന് പയറ്റാൻ നോക്കിന്. ഇതൊക്കെ കക്കാടെ ഞങ്ങളോട് നോക്കിന്. ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം, നിങ്ങൾ മിണ്ടാതിരിക്കീന്ന് പറഞ്ഞ കുറെ ചർച്ചക്ക് പല ഉമറാക്കളി പലരെയും ബന്ധപ്പെടുത്തി ഈ മുന്നേറ്റം ഒന്ന് തടയാൻ ഈ അബൂബക്കർ മുസ്ലിയാരും മകനും പേരോടൊക്കെ ഒരുപാട് നോക്കിന്. നിങ്ങൾക്ക് വല വിരിച്ച് നിങ്ങളെ കുടുക്കിയ വലല്ലേ, ആ വല ഒരുപാട് തവണ ഞങ്ങൾക്കെതിരെ എറിഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷേ ഹയാത്തിലുള്ള ഞങ്ങളെ മശായിഖുമാർ വല എറിയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചതി മനസ്സിലാക്കിയിട്ട് ആ വല തിരിച്ചെറിഞ്ഞു കൊടുത്തതാണ് ഞങ്ങളുടെ മശായിഖുമാർ. അവിടെയാണ് പവർ തെളിയിക്കേണ്ടത്. അല്ലാതെ മയങ്ങി ഫോൺ അപ്പുറത്തുനിന്ന് വരുമ്പോഴേക്ക് മയങ്ങി കിടക്കല്ല. ചോദിക്കണം, എന്താ ഷെയ്ഖ് മുഖ്താറിനെ കുറിച്ചുള്ള അഭിപ്രായം മാറിയോ?
അതല്ലേ തൻ്റെ ഇടം. എന്റെ ഷെയ്ഖിന് ശരിയല്ല എന്ന് പറയുന്ന ഒരാളോട് ഞാൻ കിന്നാരം പറയാൻ പോകും? അതാ ത്വരീഖത്ത്? അതാണോ ത്വരീഖത്ത്? അല്ല, ഞാൻ നേരത്തെ വായിച്ച ഇബാറത്തിൽ തന്നെ ഉണ്ടത്. മഹാനരായ ഇമാം അബ്ദുൽ വഹാബ് അശ്ശഅറാനി വഅന്നഹു യജിബു അലൽ മുരീദി, മുരീദിന് നിർബന്ധമാണ് അൻ യുജീബ അൻ ശൈഖിഹി, ശൈഖിനെ കുറിച്ച് ആരോപണം പറഞ്ഞവന് മറുപടി കൊടുക്കൽ നിർബന്ധമാണ്. ഇദാ സമിഅ അഹദൻ യഅ്തരിദു അലൈ, ശൈഖിനെതിരെ ആരോപണമായി വരുന്നത് കേട്ടാൽ ആരോപണത്തിന് മറുപടി പറയണം. വകദാലിക, ഇപ്രകാരം യജിബു അലൈഹി, മുരീദിന് നിർബന്ധമാണ് അദബൻ അൻ യുഹിബ്ബ കുല്ലമൻ അഹബ്ബഹു ശൈഖുഹു, ശൈഖ് ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇഷ്ടപ്പെടണം. ഇനി കേട്ടോ, വയബുദു, കക്കാടെ ഫോൺ അങ്ങനെ അറ്റൻഡ് ചെയ്തുകൂടരുത്. വയബുദു, അവൻ വിദൂരത്താകണം. അൻ കുല്ലി മൻ അബ്അദഹു ശൈഖുഹു, ശൈഖ് വിദൂരത്താക്കിയ ആളുകൾ, ശൈഖ് ശരിയല്ല എന്ന് പറഞ്ഞവനെ ശൈഖ് വിദൂരത്താക്കിയതല്ലേ? അത്രയും പറഞ്ഞ പേരോണ്ട് മൗനം സമ്മതം കൊടുത്ത മൂപ്പരെ ശൈഖ് എങ്ങനെ അംഗീകരിക്കും? അവ ശൈഖിനെ അംഗീകരിക്കാതെ പിഴച്ചു നടക്കുന്നവരെ ദൂരത്താക്കണം. ദൂരെ തന്നെയാണ് ഉസ്താദ്, എന്നാലും ഫോണിൽ ബന്ധപ്പെട്ടതാണ് എന്നാ. അപ്പൊ എങ്ങനെ ദായിന്റെ ഒപ്പം ഇരിക്കല്? അപ്പൊ ഇതാകെ പയച്ചുപോയി. നിങ്ങൾ തലക്കന്ന് മാറണം. ഇനി വല്ല രക്ഷവും കിട്ടണമെങ്കിൽ ഹയാത്തിലുള്ള മശായിഖന്മാരടുത്ത് വരി, എന്നിട്ട് ഞാൻ ആലിഫ് മുതൽ പഠിപ്പിച്ചു തരാം. നിങ്ങൾ ആ ആദ്യത്തെ പോക്കാണ് പോയാൽ മതി. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തിനാ കാരന്തൂർ പോയത്? എന്തിനാ നോളേജ് സിറ്റി പോയത്? ഏതായാലും കോട്ടയിൽ വന്നപ്പോൾ ഒന്ന് ഇളകി, ഞങ്ങൾ നല്ലൊരു മരുന്നും തന്നുകൊണ്ട് സുഖാവുന്നു പ്രതീക്ഷിക്കാം. ഇളക്കണ്ടാവുമ്പോഴല്ലേ മരുന്ന് നൽകുക. അപ്പൊ അത് ഇപ്പൊ 3 വിഷയം ഇപ്പൊ മനസ്സിലാക്കാനുള്ളൂ. ഒന്ന്, തസവുഫ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വഴിയല്ല, അത് ഖുർആൻ ഹദീസ് മശായിഖിന്റെ വഴിയാണ്. ആ വഴിയിൽ വ്യക്തിപരമായി പറഞ്ഞാൽ മറുപടി പറയല്ല. അതും പറയേണ്ട സമയം വന്നാൽ, നിർദ്ദേശം വന്നാൽ അതും പറയണം. ദീനീപരമാണോ വിഷയം, മറുപടി പറഞ്ഞേ പറ്റൂ. അതാണ് തസവുഫ്, അതാണ് ദീൻ. ഇവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആധുനിക തസവുഫ് എന്ന് പറഞ്ഞ പുതിയ സൂഫീസ് ഉണ്ടാക്കുകയാണ്. ദീനുമായിട്ട് അതിന് ബന്ധമല്ല. അതിന്റെ ഇൽഹാം മിൻ നോളേജ് സിറ്റിയാണ്. ലാ മിനല്ലാഹ് വലാ മിനർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3, സാവിയത്തു സൂഫിയ പ്രവർത്തിക്കുന്നത് ഇഷ്ടാനുസരണത്തിനല്ല. മടവൂര് ശൈഖുന സുൽത്താനുൽ ഔലിയ ആണ്, ശൈഖുൽ മശായിഖ് ആണ്. വടകര ഓറ് സുൽത്താനുൽ ആരിഫീനാണ്. അവരൊക്കെ നിർദ്ദേശം നൽകിയിട്ട് അവരൊക്കെ അംഗീകരിച്ച മശായിഖിന്റെ നിർദ്ദേശത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തനം. അങ്ങനെ പ്രവർത്തിക്കുമ്പോ നിങ്ങളൊരു അഖിലാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ. നിങ്ങൾ പ്രാഥമിക വിവരം അനുസരിച്ച് പാടില്ലല്ലോ. ശരി, ഇനി അവിടെ ഒറ്റ വിഷയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മഹാനരായ സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, സയ്യിദ് അവറുകൾ നമുക്ക് നേതൃത്വം നൽകുമ്പോ പലർക്കും വലിയ ഇടങ്ങാറാണ്. ശൈഖുന കോട്ടയിൽ വന്നു, അങ്ങനെ അരിച്ചു പെറുക്കി എവിടെങ്കിലും ഒന്ന് യഹിയൽ ബുഖാരി തങ്ങളെ സംസാരത്തിൽ നമുക്കെതിരെ കൊണ്ടുവരാനുണ്ടോ?